കുട്ടികളെ, ഇന്നത്തെ സോഷ്യോളജിയുടെ ക്രിസ്മസ് പരീക്ഷയുടെ ആൻസർ കീ നമുക്കൊന്ന് നോക്കാം. 18/12/2024 നടന്ന ക്രിസ്മസ് പരീക്ഷയുടെ ആൻസർ കീ നോക്കാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത് വീണ്ടും ആവർത്തിച്ച് വരുമെന്നുള്ളതാണ്. പബ്ലിക് എക്സാമിന് ഇതിൽ നിന്ന് പല ചോദ്യങ്ങളും ആവർത്തിച്ച് വരും. അതുകൊണ്ട് ഏതെങ്കിലും ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ നിർബന്ധമായിട്ട് ഇത് പഠിച്ചേ മതിയാകൂ. കാരണം ഇങ്ങനെ ആവർത്തിച്ച് പല ചോദ്യങ്ങളും സോഷ്യോളജിയിലുണ്ട്. കഴിഞ്ഞ ദിവസം നാം ഒരു വീഡിയോ ഇട്ടിരുന്നു, ഒരു ഷോർട്സ്. അതായത് എസ് ഇതായിരിക്കുമെന്ന് പറഞ്ഞിട്ട് ചില കുട്ടികൾ മാത്രമാണ് അത് കണ്ടിട്ടുണ്ടായിരുന്നത്. സോഷ്യലൈസേഷൻ ആൻഡ് ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ, സാമൂഹീകരണവും അതിൻ്റെ ഏജൻസികളും എല്ലാവരും എഴുതിയിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാകുന്നത് അല്ലേ? താരതമ്യേന സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. വൺ വേർഡ് ചില കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും ചില കുട്ടികൾക്ക്. എന്നാലും സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു ഇത് അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ്: ഡാഷ് എക്സ്പ്ലനേഷൻസ് ആർ ബേസ്ഡ് ഓൺ നാച്ചുറലിസ്റ്റിക് ആൻഡ് ഇൻഡിവിജ്വലിസ്റ്റിക്. സ്വാഭാവികവും വ്യക്തിപരവുമായിട്ടുള്ള വിശദീകരണങ്ങളുടെ അടിസ്ഥാനമാണ്. ആൻസർ ഏതാണ്? കോമൺ സെൻസ് നോളജ്, സാമാന്യ ബോധജ്ഞാനം എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി ട്രൂ ഓർ ഫാൾസ്, ശരിയോ തെറ്റോ ആവാം ഇല്ലേ? വ്യക്തിപരമായിട്ടുള്ള വിശദീകരണങ്ങളാവാം, സ്വാഭാവികമായിട്ടുള്ള വിശദീകരണങ്ങളാവാം. രണ്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന ചാർട്ട് പൂർത്തിയാക്കാനാണ്. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ക്ലിയർ അല്ലേ? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ജാതിയുമായി ബന്ധപ്പെട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. എല്ലാവരും ഇതിന് ആൻസർ എഴുതിയിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാവുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ആസ് എ ഹയർ സെക്കൻഡറി സ്റ്റുഡൻറ്, വിച്ച് എമംഗ് ദി ഫോളോവിങ് സോഷ്യൽ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് മോസ്റ്റ്? ഒരു ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഒരു +1 അല്ലെങ്കിൽ +2 വിദ്യാർത്ഥിയായ നിങ്ങളെ താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന സോഷ്യൽ ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിക്കുന്നത്. സാമൂഹിക ഗണം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇതിലേതാണ് ആൻസർ? പിയർ ഗ്രൂപ്പാണ്, സമസംഘമാണ്. സമപ്രായക്കാരാണ് നിങ്ങളുടെ കൗമാരത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ സ്വാധീനിക്കുന്ന ഒരു സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയപ്പെടുന്നത് പിയർ ഗ്രൂപ്പാണ്, സമസംഘമാണ്. നാലാമത്തെ ചോദ്യം: ദ കിൻ ഹു ആർ റിലേറ്റഡ് ത്രൂ ബ്ലഡ് ഈസ് കോൾഡ്. ആൻസർ ഏതാണ്? കോൺസാഗ്യുനസ് കിൻഷിപ്പ് അല്ലേ? രക്തബന്ധം വഴിയുള്ള ബന്ധുത്വത്തെയാണ് എന്താ അതിന് പറയാ? പറയൂ. സഗോത്ര ബന്ധുത്വം. അപ്പോൾ കിൻഷിപ്പ് ദർ ആർ 2 ടൈപ്സ്. ഏതൊക്കെയാ? കിൻഷിപ്പ് ബന്ധുത്വം എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ഒന്ന് അഫീനൽ കിൻഷിപ്പ്, മറ്റൊന്ന് കോൺസാഗ്യുനസ് കിൻഷിപ്പ് അല്ലേ? വൈവാഹിക ബന്ധുത്വം, സഗോത്ര ബന്ധുത്വം. ഇനി അഞ്ചാമത്തെ ചോദ്യം: മറ്റുള്ളവരുടെ കത്തുകൾ തുറക്കാതിരിക്കുന്നത് ഏത് സംസ്കാരത്തിന് ഉദാഹരണമാണ്? നോട്ട് ഓപ്പണിംഗ് അതർ പീപ്പിൾസ് ലെറ്റർ ഈസ് ആൻ എക്സാമ്പിൾസ് ഓഫ് ഏതാണ്? നോർമേറ്റീവ് കൾച്ചർ ആണല്ലേ? നൈതിക സംസ്കാരമാണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻസ് ഓഫ് കൾച്ചർ നിങ്ങൾ ശരിക്കും പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? കൊഗ്നിറ്റീവ്, നോർമേറ്റീവ് അല്ലേ? ബാക്കി ഒന്ന് കമൻറ്റ് ചെയ്യൂ. ആറാമത്തെ ചോദ്യം ചില കുട്ടികളെ കൺഫ്യൂഷൻ ആക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം തന്നെയാണ്. എന്താണ്? ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ മാക്രോ റിസർച്ച് മെത്തേഡ്. സ്ഥൂല ഗവേഷണ രീതിക്ക് ഉദാഹരണം എഴുതാനാണ്. സ്ഥൂല ഗവേഷണ രീതിക്ക് ഉദാഹരണം സർവേ എഴുതാം. സർവേ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, ചരിത്രപരമായിട്ടുള്ള രീതികൾ. ഇനി മൈക്രോ മെത്തേഡിന് ഉദാഹരണം ചോദിച്ചാൽ ഏതാ എഴുതാം? സൂക്ഷ്മ ഗവേഷണ രീതിക്ക് ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ ഏതാണ് എഴുതേണ്ടത്? ഇൻ്റർവ്യൂ, അഭിമുഖം, പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ, പങ്കാളിത്ത നിരീക്ഷണം. അപ്പോൾ ആറാമത്തെ ചോദ്യത്തിന് ഉത്തരം മാക്രോ റിസർച്ച് മെത്തേഡിന് ഉദാഹരണം എന്ന് പറയുന്നത് സർവേ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ മെത്തേഡാണ്. ഏഴാമത്തെ ചോദ്യം: സമൂഹത്തിലെ പ്രബല വിഭാഗങ്ങൾ അനുഭവിക്കുന്ന 3 നേട്ടങ്ങൾ. പ്രിവിലേജ്ഡ് ഗ്രൂപ്പുകൾ അനുഭവിക്കുന്ന 3 നേട്ടങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് കൊടുത്തിട്ടുണ്ട് ലൈഫ് ചാൻസസ് അല്ലേ?
ജീവിതാവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, രാഷ്ട്രീയ സ്വാധീനം ചോദിച്ചിട്ടുണ്ട്. അവസരം കൊടുത്തിട്ടുണ്ട്. പിന്നെയോ ലൈഫ് ചാൻസസ് കൊടുത്തിട്ടുണ്ട്, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏതാണ്? സോഷ്യൽ സ്റ്റാറ്റസ്, സാമൂഹിക പദവിയാണ് ആൻസർ. സാമൂഹിക പദവി. ക്ലിയർ അല്ലേ? സമൂഹത്തിലെ പ്രബല വിഭാഗങ്ങൾ അനുഭവിക്കുന്ന 3 നേട്ടങ്ങളാണ് ജീവിതാവസരങ്ങൾ, സാമൂഹിക പദവി, രാഷ്ട്രീയ സ്വാധീനം. 8ാമത്തെ ചോദ്യം, ഹു കോയിൻഡ് ദി ടേം അലീനേഷൻ? അന്യവൽക്കരണം എന്നുള്ള പദം ആരുടേതാണ്, അല്ലെങ്കിൽ അത് അവതരിപ്പിച്ചത് ആരാണ് എന്നാണ്. സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. കാൾ മാക്സിൻ്റേതാണ് അന്യവൽക്കരണം എന്നുള്ള ടേം. ആരുടേതാ പറയൂ? കാൾ മാക്സിൻ്റേതാ. ഓക്കെ, 8ാമത്തെ ചോദ്യം നോക്കാം. 9ാമത്തെ ചോദ്യം, ഫ്രഞ്ച് റവല്യൂഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡാഷ് സോഷ്യൽ ചേഞ്ച്. ഫ്രഞ്ച് വിപ്ലവം ഏത് സാമൂഹിക മാറ്റത്തിന് ഉദാഹരണമാണ് എന്നാണ്. റവല്യൂഷണറി ചേഞ്ചിന് ഉദാഹരണമാണ്. വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് ആൻസർ. വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ്, റവല്യൂഷണറി ചേഞ്ചാണ് ഇതിൻ്റെ ആൻസർ. 10ാമത്തെ ചോദ്യം, ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ മാൻ മേഡ് ഡിസാസ്റ്റർ. മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തത്തിന് ഒരു ഉദാഹരണം എഴുതാം. നിങ്ങൾക്ക് ധാരാളം ഉദാഹരണങ്ങൾ നിങ്ങൾക്കറിയാം അല്ലേ? ഭോപ്പാൽ ദുരന്തം എഴുതാം, ഹിരോഷിമ ദുരന്തം എഴുതാം, ചെർണോബിലെ ദുരന്തം എഴുതാം. ഓക്കെ, ഏതൊക്കെയാ? ഭോപ്പാൽ ദുരന്തം, ഹിരോഷിമ നാഗസാക്കി, ചെർണോബിലെ ദുരന്തം. ഇനി മാത്രമല്ല, ഇനി ചോദ്യം മറ്റൊരു ചോദ്യമാണെങ്കിൽ എങ്ങനെ എഴുതാം? ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ നാച്ചുറൽ ഡിസാസ്റ്റർ. പ്രകൃതി ദുരന്തത്തിന് ഉദാഹരണം എഴുതാണ്. നിങ്ങൾ ഏതെഴുതാ? സുനാമി എഴുതൂല്ലേ? സുനാമി, പ്രളയമൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, താങ്ക് യു. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ആവശ്യമെങ്കിൽ മാത്രം അടുത്ത ചോദ്യം ചർച്ച ചെയ്യാം. ആരും ഈ വീഡിയോ അങ്ങനെ കാണുന്നില്ല. എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയതാണ്. ഒരു 60 കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം തയ്യാറാക്കിയതാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അടുത്ത പാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു ഓൾ.